ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. സ്ക്രാപ്പ് ബുക്കിങ്ങും ജേണലും തമ്മിലുള്ള വ്യത്യാസമാണ്. സ്ക്രാപ്പ് ബുക്കിങ്ങും ജേണലും രണ്ടും മാറി മാറി ഉപയോഗിക്കണമെങ്കിലും സ്ക്രാപ്പ് ബുക്കും ജേണലും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ക്രാപ്പ് ബുക്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്ക്രാപ്പ് ബുക്കിൽ മെയിനായിട്ട് നമ്മുടെ ഫോട്ടോസും നമ്മളെ ആൽബത്തിൻ്റെ വേറൊരു വേർഷനാണ് സ്ക്രാപ്പ് ബുക്കിംഗ് എന്നുള്ളത്. സ്ക്രാപ്പ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് സ്ക്രാപ്പ് ബുക്കിങ്ങിന്. ഈ സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങളല്ലേ, നമ്മളെ മെമ്മറീസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രാപ്പ് ബുക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ തോമസ് ജെഫ്രിസൺ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ പ്രസിഡൻറ്റ്, അദ്ദേഹം പ്രസിഡൻ്റ് ആയതിൻ്റെ ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്ങും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നല്ലൊരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കിയിരുന്നുണ്ട്. പിന്നെ അതേപോലെ ഹക്കിൾബറി ഫിന്നും ടോം സോയറൊക്കെ എഴുതിയിട്ടുള്ള മാർക്ക് ട്വൈനും ഇതേപോലെ സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്തിരുന്നു. സ്ക്രാപ്പ് ബുക്ക് വളരെ പോപ്പുലറായത് ഓരോ ഫാമിലിയിൽ ഉണ്ടാവുന്ന ചെറിയ ഇവൻറ്റ്സൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ക്രാപ്പ് ബുക്ക് ഫോട്ടോ ആൽബം ബുക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര പോപ്പുലറായത്. സാധാരണ സ്ക്രാപ്പ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു യാത്ര പോയാൽ ആ യാത്രയുടെ ഓരോ ബിറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് സ്ക്രാപ്പ് ബുക്ക് ചെയ്യുന്നത്. ജേണൽ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ്. ഇനി അതേപോലെ ഒരു ജേണലാണ് ജങ്ക് ജേണൽ. ജങ്ക് ജേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജങ്കായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ യൂസ് ചെയ്യാത്ത ഒഴിവാക്കണ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മളൊരു ജേണൽ ഉണ്ടാക്കിയിട്ട് ആ ജേണലിൽ ഭയങ്കര പേഴ്സണലായിട്ട് കൊണ്ടു നടക്കുന്നതാണ് ജങ്ക് ജേണൽ. അപ്പോൾ ജേണലിങ്ങും സ്ക്രാപ്പ് ബുക്കിങ്ങും തമ്മിൽ ഉള്ള ഒരു ചേഞ്ച് ഇതാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്ക്രാപ്പ് ബുക്കിങ് ബുക്ക് എന്ത് ചെയ്യാം, പബ്ലിക്, അതായത് നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കാം, വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാതിരിക്കാം. പക്ഷേ ജേണൽ അങ്ങനെയല്ല. ജേണൽ നമ്മുടെ ഒരു ഹാപ്പിനെസ്സും നമ്മുടെ ഒരു മോട്ടിവേഷനും സെൽഫ് മോട്ടിവേഷനും ഒരു മൈൻഡ് റിഫ്രഷ്മെൻറ്റ്, നമ്മൾ ഓരോ ജേണലുകൾ നമുക്ക് പലതരത്തിൽ അലങ്കരിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. നമുക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ കട്ടിങ് വെച്ചോ, മാഗസിൻ്റെ പീസസ് വെച്ചിട്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പേഴ്സ് വെച്ചിട്ടോ, കളർ പേപ്പർ, വലിയ നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കണ എന്ത് ഐറ്റംസും അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കണ എന്ത് ഐറ്റംസും നമുക്കതിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ചിലർ അവരൊരു ഗ്രോത്തിൻ്റെ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഒരു സ്ക്രാപ്പ് ബുക്ക് കൊണ്ടു നടക്കണം. അതിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടാവും. ഒരു ഫസ്റ്റും ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് പോണ മാതിരി ഉണ്ടാവും. പക്ഷേ ജേണൽ അങ്ങനെയല്ല. ജേണലിൻ്റെ കണ്ടൻറ്റാണ് വ്യത്യാസമായിരിക്കുന്നത്. സ്ക്രാപ്പ് ബുക്കിൽ എല്ലാം വരും. സ്ക്രാപ്പായിട്ടുള്ള ഐറ്റംസ് വരുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ പോളറോയിഡ് ഫോട്ടോസൊക്കെ വന്നതിൻ്റെ ശേഷമാണ് സ്ക്രാപ്പ് ബുക്ക് ഇത്രയും പോപ്പുലറായി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസത്തെ മെമ്മറി അതേപോലെ പ്രിസർവ് ചെയ്യുക, അതാണ് അവിടെ നടക്കുന്നത്. ജങ്ക് ജേണലിൽ നേരെ മറിച്ചാണ്. നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു പേപ്പർ പീസിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈഫ് കൊടുക്കുകയാണ്, വീണ്ടും അത് റീയൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.